ഇന്ന് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ്. ഞങ്ങൾ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കൊത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് എസ് എഫ് ഐ. ഇപ്പോഴും മൂന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ 10-35,000 കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത്, നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്യുന്നതെങ്കിൽ MSFന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങൾ RTD ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ്, നാളെയും ഞങ്ങൾ RTD ഓഫീസിന് മുമ്പിൽ സമരമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് എസ് എഫ് ഐയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ മന്ത്രി പറയുന്നു സീറ്റില്ല എന്ന്. എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നമുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് ഇറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും +1 വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മൂന്നാം അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ 4,00,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായൊരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ നിസ്സംഗതയാണ്. അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, അത് കോഴിക്കോട്ടേക്കും മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും സംസ്ഥാന വ്യാപകമായും മന്ത്രി വഴിതടയുന്ന ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ മൂന്നാം അലോട്ട്മെൻറ്റ് വന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഒരു നടപടി എന്നുള്ള രീതിയിൽ താൽക്കാലിക ബാച്ചുകളാണ് അനുവദിക്കുന്നതെങ്കിൽ MSF വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത്. കഴിഞ്ഞ തവണയും അവർ ഇത്തരത്തിൽ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഏതാണെങ്കിലും താൽക്കാലിക ബാച്ച് അനുവദിച്ചുകൊണ്ട് പിന്മാറാനാണ് ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം ഇനിയിപ്പോൾ 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഇനി കുട്ടികളോട് പറയുന്ന സീറ്റ് ആവശ്യമുള്ളവരൊക്കെ രണ്ടാമത് ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്നാണ്. അത് പറയുന്നത് തന്നെ നീതിയല്ല. കാരണം ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം അവകാശമാക്കിയ ഒരു സ്റ്റേറ്റിനകത്ത് ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് 4,00,000-ലധികം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കപ്പെട്ടാൽ അവർക്കെല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഇനി 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഇനി സീറ്റ് ആവശ്യമുള്ളവർ ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ നിരന്തരമായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത്. ഇതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് താൽക്കാലിക ബാച്ച് അല്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു പരിഹാരമേ അല്ല. പരിഹാരം ഉണ്ടാകേണ്ടത് സ്ഥിരമായ ബാച്ച് അനുവദിക്കുക എന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനം അനുവദിച്ചതല്ലാതെ കേരളത്തിൽ സ്ഥിരമായ ബാച്ചുകളോ സീറ്റുകളോ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം അത് ചെയ്തിട്ടില്ല. അതാണ് ഭീകരമായ രൂപത്തിലേക്ക് മലബാറിലും മലപ്പുറത്തും ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ക്ലാസ് തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ഒന്നുകൂടി ആവശ്യം അറിയിക്കുന്ന ഒരു സാഹചര്യം അല്ല. ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത പ്രശ്നമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് MLA മാർ കണ്ടതാണ്. ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നേരത്തെ 2 തവണ ഞങ്ങൾ കണ്ടതാണ്. MSF നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം നൽകിയതാണ്. ഇനി അവർക്കൊന്നും അറിയാത്ത പ്രശ്നമല്ല, അവർ കണ്ണടച്ച് പിടിക്കുകയാണ്. ഉറക്കം നടിക്കുന്നവർക്ക് മുമ്പിൽ ഇനിയും അപേക്ഷകളുമായി പോകണം, നിവേദനങ്ങളുമായി പോകണം എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ തുടങ്ങി വെച്ച സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മന്ത്രിയുടെ കണ്ണിന് ചുവട്ടിലേക്ക് കാതിന് ചുവട്ടിലേക്ക് ഈ സമരത്തെ വ്യാപിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.